നമസ്കാരം. KCB വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ സിജി. ആദ്യം പ്രധാന വാർത്തകൾ. മാലിന്യമുക്തമായ നവകേരളം. തൃശൂർ ജില്ലയിൽ മികച്ച പഞ്ചായത്തിനുള്ള അവാർഡ് നേടി കൊടകര ഗ്രാമപഞ്ചായത്ത് 1ാം സ്ഥാനത്തെത്തി. ദേശീയപാത കൊടകരയിൽ 4 വാഹനങ്ങൾ കൂട്ടിയിടിച്ച അപകടം. കൊടകര തേശ്ശേരി ചീക്കാമുണ്ടി ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിലെ ഉത്സവം ഭക്തിസാന്ദ്രമായി ആഘോഷിച്ചു. ആളൂർ ശ്രീനാരായണ വിലാസം വൊക്കേഷണൽ ഹയർ സെക്കൻഡറി വിദ്യാലയത്തിന്റെ സുവർണ ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി ഓൾ കേരള ഇന്റർ സ്കൂൾ നയൻസ് ഫുട്ബോൾ ടൂർണമെന്റ് നടത്തുമെന്ന് സംഘാടകർ അറിയിച്ചു. വഖഫ് ബില്ല് ലോക്സഭയിൽ പാസാക്കിയ നരേന്ദ്രമോദി സർക്കാരിന് അഭിവാദ്യമർപ്പിച്ച് BJP ചാലക്കുടി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചാലക്കുടി ടൌണിൽ ആഹ്ലാദ പ്രകടനം സംഘടിപ്പിച്ചു. വാർത്തകൾ വിശദമായി. മാലിന്യമുക്തമായ നവകേരളം. തൃശൂർ ജില്ലയിൽ മികച്ച പഞ്ചായത്തിനുള്ള അവാർഡ് നേടി കൊടകര ഗ്രാമപഞ്ചായത്ത് 1ാം സ്ഥാനത്തെത്തി. തൃശൂർ ടൌൺ ഹാളിൽ റവന്യൂ മന്ത്രി K. രാജൻ, കളക്ടർ അർജുൻ പാണ്ഡ്യൻ എന്നിവരിൽ നിന്ന് ട്രോഫി പഞ്ചായത്ത് പ്രസിഡന്റ് അമ്പിളി സോമൻ, സെക്രട്ടറി ബിന്ദു G. നായർ എന്നിവർ ചേർന്ന് ഏറ്റുവാങ്ങി. പഞ്ചായത്ത് അംഗങ്ങളായ ജോയ് നെല്ലിശ്ശേരി, CDCB TK പത്മനാഭൻ, MM ഗോപാലൻ, അസിസ്റ്റന്റ് സെക്രട്ടറി MA സുനിൽകുമാർ, ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ രഞ്ജിനി KB, പഞ്ചായത്ത് ഹെൽത്ത് ഇൻസ്പെക്ടർ ലിഥിൽ ദേവസി എന്നിവർ സന്നിഹിതരായിരുന്നു. മാലിന്യമുക്ത നവകേരളം. തൃശൂർ ജില്ലയിൽ മികച്ച പഞ്ചായത്തുകളിൽ 3ാം സ്ഥാനം നേടി മുരിയാട് പഞ്ചായത്ത്. 86 പഞ്ചായത്തുള്ള തൃശൂർ ജില്ലയിൽ മികച്ച പ്ലാനിംഗിലൂടെയും കൃത്യമായ നിർവഹണത്തിലൂടെയും തുടർച്ചയായ നിരീക്ഷണത്തിലൂടെയും കൂടിയാണ് പഞ്ചായത്തിന് മികച്ച നേട്ടത്തിന് അർഹമായത്. തൃശൂർ ടൌൺ ഹാളിൽ മന്ത്രി K. രാജൻ, കളക്ടർ അർജുൻ പാണ്ഡ്യൻ എന്നിവരുടെ കയ്യിൽ നിന്ന് പുരസ്കാരം ഏറ്റുവാങ്ങി. മുരിയാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോസ് J. ചിറ്റിലപ്പള്ളി, വൈസ് പ്രസിഡന്റ് D. ദേവി, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KU വിജയൻ, മെമ്പർമാരായ നിഖിത അനൂപ്, സുനിൽകുമാർ, ശുചിത്വ കോർഡിനേറ്റർ മഞ്ജു വിശ്വനാഥ്, ഹെൽത്ത് ഇൻസ്പെക്ടർ ഡിൽജി KJ, ഹെഡ് ക്ലർക്കുമാരായ ജോബി, പ്ലാൻ ഫെസിലിറ്റേറ്റർ ഹരീഷ് കുമാർ, TV ശശികല, കൺസോർഷ്യം സെക്രട്ടറി ശ്രീജ, പ്രസിഡന്റ് രാധാദാസൻ എന്നിവർ സന്നിഹിതരായിരുന്നു. ദേശീയപാത കൊടകരയിൽ 4 വാഹനങ്ങൾ കൂട്ടിയിടിച്ച അപകടം. ശനിയാഴ്ച ഉച്ചയ്ക്ക് 12:30 കൊടകര പോലീസ് സ്റ്റേഷന് സമീപമാണ് അപകടമുണ്ടായത്. ചാലക്കുടി ദിശയിലേക്ക് സഞ്ചരിച്ചിരുന്ന 4 വാഹനങ്ങൾ ഒന്നിന് പുറകെ ഒന്നായി കൂട്ടിയിടിക്കുകയായിരുന്നു. ദേശീയപാതയിൽ ബ്ലോക്കിൽപ്പെട്ട് കിടന്നിരുന്ന വാഹനങ്ങൾക്ക് പിറകിലെത്തിയ മിനി ലോറി നിയന്ത്രണം വിട്ട് വന്നിടിക്കുകയായിരുന്നു. 2 കാറുകളും 1 ലോറിയുമാണ് അപകടത്തിൽപ്പെട്ടത്. ആളൂർ ശ്രീനാരായണ വിലാസം വൊക്കേഷണൽ ഹയർ സെക്കൻഡറി വിദ്യാലയത്തിന്റെ സുവർണ ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി ഓൾ കേരള ഇന്റർ സ്കൂൾ നയൻസ് ഫുട്ബോൾ ടൂർണമെന്റ് നടത്തുമെന്ന് സംഘാടകർ അറിയിച്ചു. ഫുട്ബോൾ ബാറ്റിൽ ഓഫ് സ്കൂൾസ് എന്ന പേരിൽ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കുമായി ഓൾ കേരള ഇന്റർ സ്കൂൾ നയൻസ് ഫുട്ബോൾ ടൂർണമെന്റ് ഏപ്രിൽ 8 മുതൽ 12 വരെ 5 ദിവസങ്ങളിലായി സ്കൂൾ മൈതാനിൽ വെച്ച് നടത്തും. 8-ാം തീയതി രാവിലെ 10 മണിക്ക് ആളൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KR ജോജോ മത്സരങ്ങൾ ഉദ്ഘാടനം ചെയ്യും. സ്കൂൾ മാനേജർ EK മാധവൻ അധ്യക്ഷനാകും. മാള ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബിന്ദു ഷാജു മുഖ്യാതിഥിയായി പങ്കെടുക്കും. ഏപ്രിൽ 12 വൈകിട്ട് 5 മണിക്ക് നടക്കുന്ന സമാപന സമ്മേളനം മുൻ ഇന്ത്യൻ ഫുട്ബോൾ താരം KF ബെന്നി ഉദ്ഘാടനം ചെയ്യും. മുൻ സന്തോഷ് ട്രോഫി ഫുട്ബോൾ താരം വിപിൻ തോമസ് മുഖ്യാതിഥിയായി പങ്കെടുക്കും. കേരളത്തിന്റെ വിവിധ ജില്ലകളിൽ നിന്ന് അണ്ടർ 14 ബോയ്സ്, അണ്ടർ 15 ഗേൾസ്, അണ്ടർ 19 ബോയ്സ് ആൻഡ് ഗേൾസ് എന്നീ 4 വിഭാഗങ്ങളിലെ 32 ടീമുകളിൽ നിന്നായി 382 കായിക താരങ്ങൾ പങ്കെടുക്കും. സംഘാടക സമിതി ജനറൽ കൺവീനർ KR സബീഷ്, പ്രധാന അധ്യാപിക സരിത TS, PTA പ്രസിഡന്റ് ബീന ഡേവിസ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ആളൂർ ശ്രീനാരായണ വിലാസം വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയുടെ 50ാം വാർഷികത്തിലേക്ക് കടക്കുന്നതിന് മുന്നോടിയായിട്ട് കുട്ടികൾ ഇന്നത്തെ കൗമാരക്കാരുടെ ഇടയിൽ വന്നിരിക്കുന്ന ലഹരിയെ മറ്റൊരു ലഹരിയിലേക്ക് തിരിച്ചുവിടുന്നതിൻ്റെ ഭാഗമായിട്ട് സ്കൂളിൽ 5 ദിവസം ഏപ്രിൽ 8 മുതൽ 12-ാം തീയതി വരെ നടത്തുന്ന ഫുട്ബോൾ ടൂർണമെൻറ്റ് കുട്ടികളിൽ ഒരു പുതിയ ആവേശം ഉണ്ടാക്കുമെന്ന പ്രതീക്ഷയോടെയാണ് ഞങ്ങൾ തുടങ്ങുന്നത്. അവധിക്കാലത്ത് ഈ ഒരു വേനലവധിയുടെ തുടക്കത്തിൽ തന്നെ നമ്മൾ ഈ ഒരു പ്ലാൻ ചെയ്യുമ്പോൾ ഈ ഒരു ലഹരി നേരത്തെ ടീച്ചർ പറഞ്ഞതുപോലെ മറ്റു ലഹരികളിൽ നിന്ന് നമ്മളുടെ കുട്ടികളെ ഇത്തരം
നല്ല കാര്യങ്ങളിലേക്ക് പ്രോത്സാഹിപ്പിക്കും. അതുവഴി നമ്മുടെ സ്കൂളിന് ഏറെ മികവാർന്ന ഒരു ഫീഡ്ബാക്ക് ഉണ്ടാക്കുകയുമാണ് ഇതിൻ്റെ ലക്ഷ്യം. ഇതാണ് രാവിലെ 10 മണിക്ക് ഉദ്ഘാടനം നടക്കുന്നത്. സ്കൂളിൻ്റെ മാനേജറായിട്ടുള്ള മാധവൻ സാറ്, EK മാധവൻ സാറാണ് അധ്യക്ഷപദം അലങ്കരിക്കുന്നത്. ആളൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KR ജോജോ നമ്മുടെ ടൂർണമെൻറ്റ് ഉദ്ഘാടനം ചെയ്യും. മാള ബ്ലോക്ക് പഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബിന്ദു ഷാജു മുഖ്യാതിഥിയായിരിക്കും. കൊടകര തേശ്ശേരി ചീക്കാമുണ്ടി ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിലെ ഉത്സവം ഭക്തിസാന്ദ്രമായി ആഘോഷിച്ചു. ശനിയാഴ്ച രാവിലെ 9:30 ശീവേലിയും വൈകിട്ട് 4 എഴുന്നള്ളിപ്പും രാത്രി 8 പള്ളിവേട്ടയും ഉണ്ടായി. ക്ഷേത്ര ചടങ്ങുകൾക്ക് തന്ത്രി ബ്രഹ്മശ്രീ ഡോക്ടർ TS വിജയൻ, ഡോക്ടർ OV ഷിബുശാന്തി, മേൽശാന്തി മനീഷ്, കീഴ്ശാന്തി അഖിൽ എന്നിവർ നേതൃത്വം നൽകി. നിരവധി ഭക്തജനങ്ങൾ പങ്കെടുത്തു. തുമ്പൂർ മുഴിയിൽ കാർ കനാലിലേക്ക് മറിഞ്ഞു. തുമ്പൂർ മുഴിയിൽ നിയന്ത്രണം വിട്ട കാർ വൈദ്യുതി പോസ്റ്റിലിടിച്ച് വലതുകര കനാലിലേക്ക് മറിഞ്ഞു. കാർ യാത്രക്കാരൻ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. വെള്ളിയാഴ്ച വൈകിട്ട് 4 മണിയോടെയായിരുന്നു അപകടം. അതിരപ്പള്ളി പഞ്ചായത്ത് ഓഫീസിനു സമീപം റിസോർട്ട് നടത്തുന്ന പേരാമ്പ്ര സ്വദേശി ബെന്നിയുടെ കാറാണ് മറിഞ്ഞത്. ബെന്നി മാത്രമാണ് കാറിലുണ്ടായിരുന്നത്. കനാലിൽ വെള്ളം ഉണ്ടായിരുന്നതിനാൽ കൂടുതൽ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. പഞ്ചായത്തുകളുടെ പ്ലാൻ ഫണ്ട് വെട്ടിക്കുറച്ച് വികസന മുരടിപ്പ് സൃഷ്ടിക്കുന്ന ഇടതുപക്ഷ സർക്കാരിനെതിരെ UDF മറ്റത്തൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ രാപ്പകൽ സമരം നടത്തി. കോടാലി ആൽത്തറയിൽ വെള്ളിയാഴ്ച 5 മണി മുതൽ ശനിയാഴ്ച രാവിലെ 9 മണി വരെയാണ് രാപ്പകൽ സമരം നടത്തിയത്. മുൻ MP KP ധനപാലൻ ഉദ്ഘാടനം ചെയ്തു. സമാപന സമ്മേളനം DCC സെക്രട്ടറി സെബി കൊടിയൻ ഉദ്ഘാടനം ചെയ്തു. UDF മണ്ഡലം ചെയർമാൻ ഷാഫി കല്ലൂപ്പറമ്പിൽ അധ്യക്ഷത വഹിച്ചു. DCC ജനറൽ സെക്രട്ടറി TM ചന്ദ്രൻ, IMUL മറ്റത്തൂർ പഞ്ചായത്ത് സെക്രട്ടറി ഉസ്മാൻ വലിയവളപ്പിൽ, കേരള കോൺഗ്രസ് മറ്റത്തൂർ മണ്ഡലം പ്രസിഡന്റ് KC ജോസ്, DAPC സംസ്ഥാന വൈസ് പ്രസിഡന്റ് PP ചന്ദ്രൻ, ബ്ലോക്ക് വൈസ് പ്രസിഡന്റുമാരായ ലിൻഡോ പള്ളിപ്പറമ്പൻ, മോളി തോമസ്, പ്രവീൺ മാഷ്, CH സാദത്ത്, യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് നൈജോ വാസുപുരത്തുകാരൻ, മുൻ ബ്ലോക്ക് പ്രസിഡന്റ് രഞ്ജിത്ത് കൈപ്പിള്ളി, പ്രതീഷ് പണ്ടാരത്തിൽ തുടങ്ങിയവർ സംസാരിച്ചു. 9 വർഷമായി ഇവിടെ അധികാരത്തിൽ വന്നപ്പോൾ ഇവിടെ ലഹരി മാഫിയ വളർന്നു വരുന്നില്ലേ? എന്തെങ്കിലും ഒരു നടപടി ഇവിടെ ഗവൺമെന്റ് ഭാഗത്തുനിന്നുണ്ടായോ? ഇന്ന് നമുക്കെല്ലാം പേടി സ്വപ്നമായി ലഹരി. നമ്മുടെ അച്ഛന്മാരെ മക്കൾ വെട്ടിക്കൊല്ലുന്നു, അമ്മമാരെ വെട്ടിക്കൊല്ലുന്നു, വീട്ടിൽ കലഹം. ഇത് ഈ അടുത്ത കാലത്താണ് വഖഫ് ബില്ല് ലോക്സഭയിൽ പാസാക്കിയ നരേന്ദ്രമോദി സർക്കാരിന് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് BJP ചാലക്കുടി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചാലക്കുടി ടൌണിൽ ആഹ്ലാദ പ്രകടനം സംഘടിപ്പിച്ചു. പ്രകടനത്തിന്റെ സമാപനത്തിൽ പ്രവർത്തകരെ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസ്ഥാന കൌൺസിൽ അംഗം KA സുരേഷ് സംസാരിച്ചു. ചാലക്കുടി മണ്ഡലം പ്രസിഡന്റ് TV പ്രജിത്ത്, ജനറൽ സെക്രട്ടറിമാരായ രാജേഷ് പിഷാരക്കൽ, BJP നേതാക്കളായ CD ഗിരീഷ്, CP സെബാസ്റ്റ്യൻ, KP ജോർജ്, PT ജോസ്, മഞ്ജു ഗിരീഷ്, OP ഓമന എന്നിവർ പ്രസംഗിച്ചു. ഈ വിഷയത്തിന് പരിഹാരമുണ്ടാക്കുമെന്ന് പറഞ്ഞിരുന്നു. കൊരട്ടിമുത്തിയുടെ തിരുനടയില് ആദ്യമായി മന്ത്രിയായതിനു ശേഷം വന്ന സമയത്ത് അദ്ദേഹം പള്ളി വികാരിയോട് പറഞ്ഞു, ഞാൻ ഈ മുനമ്പത്തെ വിഷയത്തിന് ഒരു പരിഹാരം ഉണ്ടാക്കിയതിനു ശേഷം ഈ കൊരട്ടിമുത്തിയുടെ തിരുനടയിലേക്ക് ഇനിയും വരുമെന്ന് പറഞ്ഞു. അത് മാത്രമുള്ളൂ എന്ന് കഴിഞ്ഞ ദിവസങ്ങളില് ഇവിടുത്തെ ക്രിസ്ത്യൻ സമൂഹമടക്കം അവിടുത്തെ ഉന്നതമായിട്ട് മതമേലാധ്യക്ഷന്മാർ പറഞ്ഞിട്ട് പോലും അതിനൊരു പുല്ലുവില പോലും കൽപ്പിക്കാതെ ഈ ബില്ലിനെ എതിർത്തവരാണ് ഈ കേരളത്തിലെ കോൺഗ്രസിന്റെയും ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റിന്റെയും MP-മാർ. ആകെ ഇവരെല്ലാവരും പറയാറുണ്ട്, തദ്ദേശ സ്ഥാപനങ്ങൾക്ക് ബജറ്റിൽ നീക്കിവെക്കുന്ന പ്ലാൻ ഫണ്ട് തുടർച്ചയായി വെട്ടിക്കുറയ്ക്കുന്നതിലും ലഹരിക്കും റാഗിങ്ങിനുമെതിരായി ശക്തമായ നടപടി സ്വീകരിക്കാത്തതിലും അന്യായമായ നികുതി വർധനവ് പിൻവലിക്കാത്തതിലും പ്രതിഷേധിച്ച് ഐക്യജനാധിപത്യ മുന്നണി സംസ്ഥാന ഏകോപന സമിതിയുടെ ആഭിമുഖ്യത്തിൽ രാപ്പകൽ സമരം നടത്തി. ചാലക്കുടി മണ്ഡലത്തിലെ സമരത്തിന്റെ ഉദ്ഘാടനം നഗരസഭാ കാര്യാലയത്തിനു സമീപം സനീഷ് കുമാർ ജോസഫ് MLA നിർവഹിച്ചു. മണ്ഡലം പ്രസിഡന്റ് ജോണി പുല്ലൻ അധ്യക്ഷനായി. UDF കൺവീനർ OS ചന്ദ്രൻ, നഗരസഭാ ചെയർമാൻ ഷിബു, സംസ്ഥാന കൌൺസിൽ അംഗം ഷോൺ പെല്ലിശ്ശേരി, മുൻ വൈസ് ചെയർപേഴ്സൺ ആലിഷ് ഷിബു വാലപ്പൻ, മുൻ ചെയർമാൻ എബി ജോർജ്, VL ജോൺസൺ, ഇട്ടു പൈനിക്കാടൻ, VO പൈലപ്പൻ, തോമസ് മാളിയേക്കൽ, വിൽസൺ മേച്ചേരി, ജോൺ മുണ്ടൻമാണി, മീരാസ വെട്ടുക്കൽ, സിബി വട്ടലായി, ജിതി രാജൻ, ശ്രീകുമാർ ചാലക്കുടി, ബിജു പുത്തിരിക്കൽ,
റിൻഡോസ് കണ്ണമ്പുഴ, സ്ഥിരം സമിതി അധ്യക്ഷ ആനി പോൾ, പ്രീതി ബാബു, മഹിളാ കോൺഗ്രസ് നേതാക്കളായ ഷിഫ സന്തോഷ്, സൂസി സുനിൽ എന്നിവർ സംസാരിച്ചു. ഒരു കാലഘട്ടം ഇന്നിപ്പോ ഹൈക്കോടതി ശിക്ഷിച്ച, ജീവനത്തിൽ ശിക്ഷിച്ച കൊടിസിനിയും കൃമാണി മനോജും ഷാഫിയും ഒക്കെ 365 ദിവസവും ഇന്ന് പരോളിലാണ്. എന്താണ് ഇവർ കൊടുക്കുന്ന സന്ദേശം? കോടതി ശിക്ഷിച്ചാലും നിങ്ങളെ ഞങ്ങൾ സംരക്ഷിക്കും എന്നുള്ള ഒരു സന്ദേശം. അത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഒരു നേട്ടമാണെന്നും ഒക്കെ നമ്മൾ പറയുമ്പോൾ തന്നെ ഒരുപക്ഷെ സത്യത്തിന്റെ 100% അതാണ് എങ്കിൽ പോലും നമുക്കെല്ലാവർക്കും അറിയാം ഈ വികേന്ദ്രീകൃത ആസൂത്രണവും. ഇന്നത്തെ സ്വർണ്ണവില. സ്വർണം ഗ്രാമിന് 8310 രൂപ, പവന് 66,480 രൂപ. പന്തല്ലുക്കാരൻ ജ്വല്ലറി, കൊടകര. പാരമ്പര്യത്തിന്റെയും വിശ്വസ്തതയുടെയും പവനൊരുക്കുന്ന. പ്രധാന വാർത്തകൾ വീണ്ടും. മാലിന്യമുക്തമായ നവകേരളം. തൃശൂർ ജില്ലയിൽ മികച്ച പഞ്ചായത്തിനുള്ള അവാർഡ് നേടി കൊടകര ഗ്രാമപഞ്ചായത്ത് 1ാം സ്ഥാനത്തെത്തി. ദേശീയപാത കൊടകരയിൽ 4 വാഹനങ്ങൾ കൂട്ടിയിടിച്ച അപകടം. കൊടകര തേശ്ശേരി ചീക്കാമുണ്ടി ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിലെ ഉത്സവം ഭക്തിസാന്ദ്രമായി ആഘോഷിച്ചു. ആളൂർ ശ്രീനാരായണ വിലാസം വൊക്കേഷണൽ ഹയർ സെക്കൻഡറി വിദ്യാലയത്തിന്റെ സുവർണ ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി ഓൾ കേരള ഇന്റർ സ്കൂൾ നയൻസ് ഫുട്ബോൾ ടൂർണമെന്റ് നടത്തുമെന്ന് സംഘാടകർ അറിയിച്ചു. വഖഫ് ബില്ല് ലോക്സഭയിൽ പാസാക്കിയ നരേന്ദ്രമോദി സർക്കാരിന് അഭിവാദ്യമർപ്പിച്ച് ബിജെപി ചാലക്കുടി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചാലക്കുടി ടൗണിൽ ആഹ്ലാദ പ്രകടനം സംഘടിപ്പിച്ചു. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.